Good evening, Mrs. Prabha Narendran. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തടിയൻ ഞൊണ്ടിക്കാലൻ കയറി വന്നു. പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ ആയിട്ട് വന്നത്. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. He's been a superstar. There's only one Mohanlal that happens once in 100 years, I think. പക്ഷെ ഇന്നും when you see him on screen there's a magic. അങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു, സുഹൃത്തെ എന്താണ് നിങ്ങളുടെ പേര്? അദ്ദേഹം ഒരു അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. എല്ലാ കാലവും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് മോഹൻലാലിന്റെ വിനോദം. വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാലിന്റെ കാര്യം പറയുമ്പോൾ he was very hilarious. അതായത് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ പോയിന്റ്. എപ്പോഴും നമ്മൾ ചിരിച്ചു പോകുന്ന അനായാസമായി ലാല് ബിഹേവ് ചെയ്യുന്നു. ഒരു നടന് അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? ഓ, നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞോളല്ലോ. അത് ശരി. നമ്മളെ പൊരയിലെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കാൻ ഇങ്ങക്ക് എങ്ങനെ ധൈര്യം വന്നു? തത്തുമ്മ ഇങ്ങോട്ട് പറന്നു വന്നു മരം നോക്കി നോക്കി വന്നപ്പോ ഒരു കിളിച്ചുണ്ട മാവ് നിൽക്കണം. വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നീ എന്താ കണ്ടത്? എന്തോ ആ ഫോണിന് കുഴപ്പമുണ്ടെന്ന്. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന കാണാത്ത എന്നെ കാണിക്കണം. ഈ തെങ്ങ് കവുങ്ങ് തായ്വാനി കേട്ടിട്ട് തായ്ലാൻഡിലോട്ട് അയക്കും. ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ ആ തായ്മേനോട് ചോദിക്കണം. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. നിനക്ക് എന്നെ മനസ്സിലായേ? ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട്. നീ SI അതുകൊണ്ടാ ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. ഇവിടെ ഞാൻ നിൽക്കണ്ടേ? ഈ ആകസ്മികമായ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയുന്നത്, ഈ ആകസ്മികമായ മരണം എന്നൊക്കെ പറയുന്ന പോലെ. ദുബായ് കണ്ടിട്ടുണ്ടോ? നാളെ പരീക്ഷ. അപ്പൊ ദുബായ് ഇല്ലേ? സാമിയല്ലേ പറഞ്ഞിട്ട് അവർ കൊണ്ട് പുറത്തുണ്ട്. ഈ പെട്ടി മുഴുവൻ അണ്ടർവെയർ. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ല? എനിക്ക് കുറച്ച് ധൈര്യം. ഞാനേ അടിക്കുന്നുള്ളൂ. എനിക്ക് അല്ല, നിനക്ക് എന്താ പറ്റി? ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അവിടെ എന്തോന്നൊരു പാട്. ഞാൻ വളരെ ഡീസന്റ് ആണ്. കണ്ണുകളുണ്ടല്ലോ, 2 വൈരക്കല്ല് എടുത്ത് വെച്ച് കൊല്ലിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലേ. മോനെ ഈ മേലാലി പ്രേമം മിണ്ടിപ്പോയാൽ നിനക്ക് പറ്റൂലേ? കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? പോരുന്നോ എന്റെ കൂടെ? താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കും മുന്തിരിവള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. മോഹൻലാൽ സാറോட പടങ്ങൾ பார்க்கும்போது ஒரு மியூசிக் மாதிரியே இருக்கும். അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ താൻ ആരാണോ? നിന്റെ
അവന്റെയൊക്കെ സർവീസ് നിഘണ്ടുവില് തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത്ര ഉണ്ടാക്കിയ നിയമം. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് തേ കാണിച്ചതാ കൈവെട്ടിയെടുത്തപ്പം. കാർത്തികേയൻ കാണിക്കില്ല. Since the law is always above the law. തലയിൽ തള്ളും. പൊളിച്ചു മാറ്റാതെ ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 28 സദ്യ ഉണ്ടാവുന്ന ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. ഇല്ലേ അമേരിക്കൻ പ്രസിഡന്റ് പുതുപ്പള്ളിക്കാരൻ ജോർജ് കുട്ടി പുഷ്യനോട് വിളിച്ചു പറയണോ എന്റെ കുടുംബത്തോടെ സ്കഡ് മിസൈൽ പുളുത്താൻ. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് കത്തിക്കും ഞാൻ. ഏറ്റവും കൂടുതൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് മോഹൻലാലുമായിട്ടാണ്. മോഹൻലാലിന്റെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് സ്വന്തം മോനാണ്. ഇല്ലേ ഇവര് അമ്പലക്കുട്ടിയെ കൊന്ന് ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ല. എന്റെ മോളെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നല്ല നടന്മാർ ഒരുപാട് പേര്, എങ്കിലും ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് പറയുകയാണെങ്കിൽ മോഹൻലാലാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ ഷൂ നട്ടത് തന്നെയായിരുന്നു. ശരിക്കും ലോകത്തൊരു നടൻ ചെയ്യില്ല. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. But there will be a day every Indian will realize that India has only one religion. പെട്ടെന്ന് ഇയാൾ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം വേണ്ട, ചെറിയൊക്കെ ഗ്ലിസറിൻ കൊടുത്തു. അയാൾ പറഞ്ഞില്ല, കൊടുത്തില്ല. அவரோட விரல்கள் பேசும், கட்டவர்கள் பேசும், ஒரு நக்கிள்ஸ் பேசும், எல்போ பேசும். உலக அளவில் ஒரு 10 சிறந்த நடிகர் இருப்பாங்க அப்படின்னா அதுல நம்ம இந்தியாவில இருந்து நிச்சயமா போக முடியாது. இந்த அச்சனா പറയുന്നത് കത്തിതായിടറാ. കൊരളലി ഭസ്മരുദ്രാക്ഷവ ധരിസിത പരമ വൈഷ്ണവനു നീ. ಶಿವಾಜಿ ಪಾತ್ರಕ್ಕೆ, ರಜನಿಯ ಪಾತ್ರಕ್ಕೆ, ಕಮಲ ಪಾತ್ರಕ್ಕೆ ഒരു നടികനെ പാത്രത്തെ ഇല്ലടാ. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ഇല്ല.